ഹിന്ദു ധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങൾ സുരക്ഷിതമോ എന്ന വിഷയത്തെ അധികരിച്ച് തലസ്ഥാനത്ത് ചർച്ച സംഘടിപ്പിച്ചു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിരന്തരമുണ്ടാകുന്ന സുരക്ഷാ വീഴ്ചയുടെ പശ്ചാത്തലത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ക്ഷേത്രത്തിനെതിരെ നടക്കുന്ന ഗൂഢശ്രമങ്ങൾ ഗൗരവത്തോടെ കാണണമെന്ന് സെമിനാർ വിലയിരുത്തി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിരന്തരം ആചാരലംഘനങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ക്ഷേത്രം സുരക്ഷിതമാണോ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചത്. സമീപകാലത്ത് ക്ഷേത്രത്തിനെതിരായി നടക്കുന്ന സംഭവങ്ങൾ വളരെ ഗൗരവത്തിൽ കാണണമെന്നും സെമിനാർ വിലയിരുത്തി. പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് മാംസാഹാരം വിളമ്പിയതും മറ്റ് പലതരത്തിലുള്ള ആചാരലംഘനങ്ങൾ നടത്തിയും ക്ഷേത്രത്തെ കളങ്കപ്പെടുത്തുവാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനെതിരെ ഭക്തർ ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കണമെന്നും സെമിനാർ വിലയിരുത്തി. ഞാൻ ഇങ്ങനെ ഒരു ചില കാര്യങ്ങൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു. ആ റെപ്രസെൻറ്റേഷൻ കൊടുത്ത സമയത്ത് ആ റെപ്രസെൻറ്റേഷൻ ഒന്നീ മറുപടി തരണം. നിങ്ങൾ ആരായത് ചോദിക്കാൻ, അല്ലെങ്കിൽ നിനക്കിത് ചോദിക്കാനുള്ള അവകാശമില്ല, ഇല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മറുപടി തരില്ല, ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് ഞങ്ങൾ പരിശോധിക്കാം. ഇതിലേതെങ്കിലും ഒന്ന് പറയണം. ഇതൊന്നും പറയാതെ ഈ ചോദിച്ചവരുടെ അടുത്ത് ഡിമോട്ട് ചെയ്യുന്നതാണോ? ക്ഷേത്രത്തിനെതിരെ നടക്കുന്നത് ഏകപക്ഷീയമായ ആക്രമണങ്ങളല്ല, പത്മനാഭസ്വാമി ക്ഷേത്രത്തെ തകർക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇതിന് പിന്നിലെന്നും സെമിനാർ വിലയിരുത്തി. ഇതൊരു ദുഷ്ടലാക്കോടുകൂടി ഈ ഭരണകൂടം കേരളത്തിലെ ക്ഷേത്രങ്ങളെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട്, അവിടുത്തെ സമ്പത്തിനെ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് അത് ഈ സർക്കാരിന്റെ ഖജനാവ് വലുതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കേരളത്തിലെ ഓരോ ക്ഷേത്രവും നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കുമെന്ന് പറഞ്ഞ പ്രഥമ മുഖ്യമന്ത്രി EMSന്റെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതേ മന്ത്രിസഭയാണ് ഇവിടെ ഭരണം നടത്തുന്നത്. ഹിന്ദുധർമ്മ പരിഷത്തിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ വെച്ചാണ് സെമിനാർ സംഘടിപ്പിച്ചത്. പരിപാടിയിൽ ക്ഷേത്രാചാരത്തെ സംബന്ധിച്ചും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചും വിദഗ്ധർ ആശങ്ക പ്രകടിപ്പിച്ചു. ജനം, തിരുവനന്തപുരം.